ഹലോ ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നമ്മുടെ വിനോദും ഗീതും സംസാരിക്കുന്നത് കാണിച്ചിട്ടാണ്. ഗീതു പോയി കഴിഞ്ഞിട്ട് വിനോദ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് ചേച്ചിക്ക് പറ്റിയത്, ചേച്ചി എന്താണ് ചേച്ചിക്കൊന്നും ഓർമ്മയില്ലാത്തത്, അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗീതു ഗോവിന്ദിനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടത് എൻ്റെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കുന്ന ഒരു ഭർത്താവിനെയാണ്, നിങ്ങൾ എന്താ അങ്ങനെയൊന്നും ചെയ്യാത്തതെന്നൊക്കെ ഗോവിന്ദിനോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണാൻ കഴിയും. ഗീത ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് എനിക്ക് പറ്റിയത്, എനിക്ക് അതൊക്കെ അറിയണം കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു. ഇനിയിപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, എനിക്കിനി വല്ല അസുഖമൊന്നും ഉണ്ടോ, എനിക്ക് വല്ല ഡുവൽ പേഴ്സണാലിറ്റി ആണോ, അങ്ങനെയൊക്കെ ഗീതു ചോദിക്കുന്നുണ്ട് കേട്ടോ നാളത്തെ എപ്പിസോഡിൽ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മയും വരുണും ഭാസ്കരനും ഒക്കെ സംസാരിക്കുന്നതാണ് കേട്ടോ. രാധികാമ്മ പറയുന്നുണ്ട്, ഇനി മാർഗഴിയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂട്ടിയിട്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് വേണം അവളെ പറഞ്ഞു വിടാൻ, എന്നാൽ മാത്രമേ തുറന്നു വിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഒപ്പിക്കും, അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് നാളത്തെ പ്രൊമോയിൽ കാണാൻ കഴിയും. പിന്നെ ഗീതവും ഗോവിന്ദും ആരാണ് അവരുടെ വെൽവിഷർ എന്ന് അറിയാൻ വേണ്ടിയുള്ള തെരച്ചിലിനെ പറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു അതിഥി തൊഴിലാളിയെ കാണുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഈ ചേച്ചിയാണല്ലോ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചത്, ഇവരെന്നെയാണല്ലോ വിളിച്ചത് ചേട്ടനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീത ചോദിക്കുന്നത്, ഞാൻ എപ്പോഴാണോ തൻ്റെ ഫോണിൽ നിന്ന് വാങ്ങി വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടറിഞ്ഞ് കാണാൻ വരും എപ്പിസോഡിൽ ഗോവിന്ദ് മാർഗഴി കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ ഗീതവും ഗോവിന്ദും സംസാരിക്കുന്നുണ്ട്. ഗോവിന്ദാണെങ്കിലോ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഗീതു നീ എന്നോട് ഒളിക്കുന്ന രഹസ്യങ്ങളിൽ എന്ത് പറഞ്ഞിട്ടാണ് നീ ആ ഭാസ്കരനെ പേടിപ്പിച്ചത്, സത്യദാസിനെ എന്ത് പറഞ്ഞിട്ടാണ് നീ ഭീഷണിപ്പെടുത്തിയത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് നിന്നോട് പറയണം ഗീതു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് അവിടെ സത്യദാസിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറയിൽ കൂടെ രാധികാമ്മയും വരുണും ഭാസ്കരനും സംസാരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദിന് മനസ്സിലാവുന്നുണ്ട്, ഓ ഇവരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഗോവിന്ദിന് മനസ്സിലാവുന്നുണ്ട്. പിന്നെയാണെങ്കിലോ രാധികാമ്മ പറയുന്നുണ്ട്, ഇനിയും ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടം പെട്ടെന്ന് ഉറപ്പിക്കണം, ഇനിയും വൈകിയ ഗോവിന്ദിന് സംശയം തോന്നും എന്നൊക്കെ രാധികാമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രൊമോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഗോവിന്ദിന് മാർഗഴിയെ മാർഗഴിയാണ് വെൽവിഷർ എന്ന് ഗോവിന്ദിന് മനസ്സിലാവുമോ, രാധികാമ്മയുടെ കളത്തിലൊക്കെ ഗോവിന്ദിനെ പൊളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദങ്ങൾ വിശേഷങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.